അമ്മ എനിക്ക് കൈപ്പക്ക തോരൻ കഴിക്കാൻ തോന്നുന്നുണ്ട് കേട്ടാ. ഉണ്ടാക്കി തരാലോ, ഇപ്പൊ തന്നെ ഉണ്ടാക്കി തരാട്ടാ. ഓക്കേ, ഇത് ഞാൻ അമ്മോട് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ്. അപ്പൊ എന്തായാലും നമുക്ക് വൈകിപ്പിക്കണ്ട. എന്താണ് ഇതിലേക്ക് വേണ്ട? കൈപ്പക്ക തോരൻ ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനങ്ങൾ വേണം? ഡെഫിനറ്റ്ലി കൈപ്പക്ക വേണം. അപ്പൊ അമ്മ ഇവിടെ എന്തൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടാ. ഇത് എന്നിട്ടമ്മ ഈ കൂട്ടെന്താ? ഇതിപ്പോ ഇതില് കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയും തേങ്ങയും മഞ്ഞപ്പൊടിയും മുളക് പൊടി ഉപ്പും വേപ്പിലൊക്കെ ഇട്ട് തിരുമ്പി വെച്ചതാണ്. ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒക്കെ ഒഴിക്കണം. അപ്പൊ ഒന്ന് ചൂടാവട്ടെ കേട്ടോ. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. നമുക്ക് വെളിച്ചെണ്ണ ഇട്ട് നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കണം. തോരനൊക്കെ അല്ലേ, കടുകൊക്കെ വരുമ്പോ പ്രത്യേക ടേസ്റ്റാണ്. ഓക്കെ, നന്നായിട്ട് ചൂടാവുന്നുണ്ട് വെളിച്ചെണ്ണ കേട്ടോ. ഇനി എന്തിലേക്ക് ഒരു 1/2 ടീസ്പൂണ് നമുക്ക് കടുക് ചേർക്കാം. കടുക്, ഓക്കെ. കടുക് നന്നായിട്ട് പൊട്ടണം. കടുക് പൊട്ടണേക്കാളും മുന്നേ നമ്മള് എന്താണ് ഒരു സാധനം ആഡ് ചെയ്തിട്ടാ. കടുക് നന്നായിട്ട് പൊട്ടണം. നമുക്കൊന്ന് മാറി നിൽക്കാം, അതാണ് ശരി. ഇനി നമുക്ക് മിക്സ് ചെയ്തിട്ടുള്ള കൈപ്പയ്ക്ക നമുക്ക് എനിക്ക് ഇട്ട് കൊടുക്കാം. സിമ്പിളാണ് കേട്ടോ, വേറെ ഒന്നുമില്ല. ഇതുപോലെ സിമ്പിളാട്ടോ. ഇതാ എല്ലാം കൂടി മിക്സ് ചെയ്ത് എനിക്ക് അങ്ങോട്ട് തട്ടാം. അത്രേ ഉള്ളൂ. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. വെള്ളം ഒഴിക്കാൻ പാടില്ല. ഇതില് വെള്ളം ഒഴിക്കരുത്. ഉപ്പേരി ഉണ്ടാക്കുമ്പോ അല്ലെങ്കിൽ വെള്ളം ഒഴിക്കും. ചിലരൊക്കെ അങ്ങനെ വെള്ളമൊക്കെ ഒഴിക്കും, പക്ഷെ ഞാനതിൽ വെള്ളം ഒഴിക്കുന്നില്ല. ആ വെളിച്ചെണ്ണയിൽ കഴിഞ്ഞ് വെന്ത് ആ വെളുത്തുള്ളിയുടെയും ഉള്ളിയുടെയും വെള്ളയത്തിന്റെ ഒരു മണം കൂടെ വരുന്നു. ഓക്കെ, നല്ല ടേസ്റ്റാണ്. ഇട്ടപ്പോ അതിന്റെ നല്ല സ്മെല്ല്. വെളിച്ചെണ്ണയിലേക്ക് ഇട്ടപ്പോ അതാ പൂക്കണന്റെ സ്മെല്ല് സൂപ്പർ. ഗ്യാസ് സിമ്മിലാണ് ഇട്ടേക്കുന്നത്. സിമ്മിലിട്ടിട്ട് വേണം നന്നായിട്ട് വേവാൻ. ഓക്കെ, തുറന്നു നോക്കിയിട്ട് ഇളക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഓക്കെ, നമ്മൾ ഇടയ്ക്കൊന്ന് എടുത്തൊന്ന് ഇളക്കി നോക്കണ്ട കേട്ടോ. എന്താ ഒരു ലേശം ഉപ്പ് പോരായുണ്ട്. ഓക്കെ, ഉപ്പ് പോരായി ഉണ്ടെങ്കിൽ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പൊക്കെ ഇട്ടുണ്ടായിരുന്നു നേരത്തെ. ഓക്കെ, അപ്പൊ നമ്മുടെ കൈപ്പക്കത്തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടാ. അടിപൊളിയായിട്ടുണ്ട്. നല്ല സ്മെല്ല് ഇട്ടോ അതിന്റെ. കൈപ്പക്ക എത്ര പേർക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞോണ്ടാ. കൈപ്പക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അതിന്റെ ചില കയ്പ് ഇഷ്ടമാണ്. പക്ഷെ ഇതില് നല്ല കയ്പ് തോന്നിക്കമ്മേ. കയ്പുണ്ട്. ഇപ്പഴത്തെ കയ്പയ്ക്ക് ഭയങ്കര കയ്പ് കൂടാല, എന്താന്നറിയില്ല. പക്ഷെ നിങ്ങൾ ഇങ്ങനെ വെച്ചോക്കോ, ഒരു ചെറിയ കയ്പിന് ഒത്തിരി വ്യത്യാസം വരും കേട്ടാ. കയ്പയ്ക്ക തോരൻ സെറ്റായി. തൈരും കൂട്ടിട്ട് നിങ്ങൾ ചോറുണ്ടാക്കി ഒരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കട്ടെ. നല്ല ടേസ്റ്റ്. എന്റെ ഫേവറേറ്റ് ആണിത്. അപ്പൊ ഇത് നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഫ്ലെയിം നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പൊ നമുക്ക് ഭക്ഷണം കഴിക്കാം.